വളകൾ എന്റെ കയ്യിൽ വന്ന രണ്ടാം നാൾ ഇതിൽ നിന്നൊന്നും മിസ്സായി. ഞാൻ എവിടെയൊക്കെ നോക്കിയിട്ടും എനിക്കത് കണ്ടെത്താൻ പറ്റിയില്ല. ആ വളയാണ് വർഷങ്ങൾക്ക് ശേഷം കൊറിയർ രൂപത്തിൽ എന്റെ കയ്യിൽ വന്നിരിക്കുന്നത്. പ്രതാപ, എനിക്കൊരു ഡൗട്ട്. ഇനി എന്നെ കൊടുക്കാനാണോ വിശാലിന്റെ പ്ലാൻ? ഏയ്, ചേച്ചി വിചാരിക്കുന്ന പോലെ വിശാലിന് അങ്ങനെ ഒരു പ്ലാൻ ഒന്നും ഉണ്ടാവില്ല ചേച്ചി. എല്ലാം ചേച്ചിയുടെ വെറും തോന്നല. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുമെന്ന് കേട്ടിട്ടില്ലേ? അതുകൊണ്ടാ ചേച്ചിക്ക് അങ്ങനെയൊക്കെ തോന്നുന്നേ. ചേച്ചി, എന്റെ മനസ്സ് പറയുന്നത് വിശാൽ ചേച്ചിക്ക് ഗിഫ്റ്റ് വന്നു തന്നെ ആയിരിക്കും. ഒരു സർപ്രൈസ് ആയിട്ട് ഒരേ അച്ചില് വാർത്തത് തന്നെയാ ഈ രണ്ട് വളകളും. അതെങ്ങനെ സംഭവിക്കും പ്രതാപ? എനിക്കൊരു ഡൗട്ടും ഇല്ല, ഇത് മിസ്സായ ആ വള തന്നെയാണ്. അപ്പൊ പിന്നെ ഇതെങ്ങനെ സംഭവിച്ചു ചേച്ചി? അതാ ഞാൻ നിന്നോടും ചോദിച്ചോണ്ടിരിക്കുന്നത്, അതെങ്ങനെ സംഭവിച്ചു എന്ന്. ചേച്ചി ചാടിക്കടിക്കില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം. എല്ലാം ചേച്ചിയുടെ തോന്നല. അല്ലെങ്കിൽ പിന്നെ ചേച്ചിയുടെ അടുത്തുനിന്ന് ഈ വള അടിച്ചു മാറ്റുവാൻ കില്ലാടിയായിരിക്കും. ദേ, വിശാലിന് ചേച്ചി ഭയങ്കര ഇഷ്ടമാണ്. അവൻ എല്ലാ പിറന്നാളിലും ചേച്ചിക്ക് ഗിഫ്റ്റ് തരാറുള്ളതാണല്ലോ. ഇത് പിന്നെ സർപ്രൈസ് ആയി പോയി, അത്രേ ഉള്ളൂ. എത്രയൊക്കെ മാറി ചിന്തിക്കാൻ നോക്കിയിട്ടും മനസ്സിന് എന്തോ അലട്ടുന്നുണ്ട് പ്രതാപ. എന്തോ ഒരു അപകടം വരാൻ പോകുന്നത് പോലെ. ഈ വള ഇവിടെ വെക്കുന്നത് പോലും അപകടമാണ്. ഇത് മറ്റെവിടെയെങ്കിലും വെക്കണം. കൂൾ ചേച്ചി, കൂൾ. വെറുതെ ആവശ്യമില്ലാത്ത ഓരോന്ന് ചിന്തിച്ചു കൂട്ടി സ്വയം കുഴി തോണ്ടണ്ട. വരുന്നിടത്ത് വെച്ച് കാണാന്നേ. ഇനിയിപ്പോ ഇതാരും അടിച്ചു മാറ്റാൻ നോക്കിയോ? എനിക്ക് ആരോടും പറയാൻ പറ്റാത്ത കാര്യങ്ങൾ ഞാൻ എൻ്റെ അമ്മയോട് ഏറ്റു പറയാറ്. എൻ്റെ അമ്മയാ എനിക്കല്ല. ഞാൻ ഇന്നേ പ്രഭാവതി അമ്മയുടെ മുഖത്ത് ഒരു ടെൻഷൻ കണ്ടു. അവരുടെ മുഖത്തെ ആ പരിഭ്രമം കണ്ടു. ആ സ്വർണവിള കണ്ടപ്പോ അവരെന്തിനാ ഞെട്ടിയത്? സാധാരണ സ്വർണമെന്ന് കേട്ടാലേ സ്ത്രീകളുടെ മുഖം തെളിയേണ്ടതാ. പക്ഷേ ആ സ്വർണവിള കണ്ടിട്ടും അവരുടെ മുഖത്ത് ഞാൻ ഒരു സന്തോഷവും കണ്ടില്ല. അച്ഛൻ കിടപ്പിലായ അന്ന് മുതലേ ഞാൻ ശ്രദ്ധിക്കുന്നത് പ്രഭാവതി അമ്മയുടെ പെരുമാറ്റത്തിലെ മാറ്റം. എനിക്ക് ചില സംശയങ്ങളുണ്ടമ്മേ. പിന്നെ ഞാനല്ല സ്വർണവിള അയച്ചു കൊടുത്തത്. അത് അയച്ചത് ആരാന്നും എനിക്കറിയില്ല. പിന്നെ അപ്പോഴത്തെ ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ ഞാനതങ്ങ് സമ്മതിച്ചു കൊടുത്തു. നമുക്കറിയാത്ത എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ടമ്മേ ആ വളയ്ക്ക് പിന്നിൽ. ആ രഹസ്യം ഞാൻ കണ്ടുപിടിച്ചിരിക്കും. എന്താ ഇവിടെ? എന്താ എന്താ ഈ തട്ടിമറിച്ചിട്ട്? അല്ല, ഇതാര്? ഗാർഗി മോളാണോ? ആ അതെ, ഗാർഗിയ. ഇവിടെ എന്താ ഈ നേരത്തെ ചെയ്യുന്നത്? എന്റെ കയ്യിൽ നിന്ന് കാശ് താഴെ വീണു.
അത് ഞാൻ തപ്പിയെടുക്കാൻ ശ്രമിക്കുകയായിരുന്നു. അപ്പോഴാ കൈ തട്ടി പാത്രം വീണത്. വെറുതെ തപ്പി തടഞ്ഞ് വീഴണ്ട, ഞാൻ എടുത്തു തരാം. എത്ര രൂപ പോയത്? 100 രൂപയാ താഴെ വീണത്. 100 രൂപയാ താഴെ വീണതെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അത് പിന്നെ എന്റെ കയ്യിൽ ആ കാശ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ല, നിങ്ങൾ എങ്ങനെയാ ഈ അടുക്കളയിലെ സ്റ്റോർ റൂമിലെത്തിയ? വഴിതെറ്റി കയറിയതാ മോളെ, ക്ഷമിക്ക്. ഇവിടം പരിചയപ്പെട്ടു വരുന്നതല്ലേ ഉള്ളൂ. 100 രൂപയെന്നല്ലേ പറഞ്ഞത്? ദാ. താഴെ കിടന്ന 100 രൂപ. ഇത് 500-ന്റെ ആണല്ലോ മോളെ. നോട്ടിന്റെ വലിപ്പം വച്ചാ ഞങ്ങള് മൂല്യം അളക്കുന്നത്. സാരമില്ല, അത് കയ്യിലിരിക്കട്ടെ. മോളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ ഒരു നല്ല മനസ്സ് ഇക്കാലത്ത് ആർക്കും കാണില്ല. ഇനി ഇവിടെ നിന്നിങ്ങനെ ചുറ്റി തിരിയണ്ട, റൂമിലേക്ക് പൊയ്ക്കോ. അല്ലെങ്കിൽ ഞാൻ കൊണ്ടാക്കി തരാം. വാ. അയ്യോ, ഇതല്ലേ ആ ബോക്സ്? ഗായത്രിയമ്മയുടെ സ്വർണ്ണവളകൾ വെച്ചിരുന്ന ബോക്സ്. ഇതെങ്ങനെ ഇവിടെ എത്തി? ബോക്സോ? എന്ത് ബോക്സ്? ഒന്ന് തെളിച്ചു പറ എന്റെ ഗാർഗി, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇതിനകത്തൊന്നുമില്ലല്ലോ. ഈ കാലി ബോക്സ് ആരാ ഇവിടെ കൊണ്ടുവച്ചത്? കാലിയായ ബോക്സ് ആയിരിക്കില്ല ഗാർഗി, നീ ഒന്ന് നന്നായി നോക്ക്. അതിനകത്ത് എന്തെങ്കിലും കാണാതിരിക്കില്ല. ഇത്ര തറപ്പിച്ചു പറയാൻ കാരണം എന്താ? എനിക്കിപ്പോ അതിന്റെ ഉത്തരം അറിയണം. നിങ്ങൾ എന്തോ എന്നിൽ നിന്ന് മറയ്ക്കുന്നുണ്ട്. എന്നിൽ നിന്ന് മാത്രമല്ല, എല്ലാവരിൽ നിന്നും. എന്റെ ഗാർഗി, നീ ചിന്തിക്കുന്ന പോലെ ഒന്നുമില്ല. ഒരു ബോക്സ് ആവുമ്പോ അതിനകത്ത് എന്തെങ്കിലും ഉണ്ടാവില്ലേ എന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ആ ഉദ്ദേശം അത്ര ശരിയല്ലല്ലോ. എനിക്കത്ര വിശ്വാസം പോരാ. ആ ബോക്സ് കണ്ട് നീ ഒച്ചയും ബഹളവും വെച്ചപ്പോ ഞാൻ കരുതി അതില് വിലപിടിപ്പുള്ള വസ്തുക്കള് കാണുമെന്ന്. അതുകൊണ്ടാ ഞാൻ ആ ബോക്സ് നന്നായി നോക്കാൻ നിന്നോട് പറഞ്ഞത്. അല്ലാതെ മറ്റൊന്നും എന്റെ മനസ്സിലില്ല. ഈ മാലയിട്ട് കാണുമ്പോ എനിക്ക് ഉദയനൂരുള്ള പഴുവിനെ ഓർമ്മ വരുന്നേ. ആണോ? ഇത് പറയാനാണോ നീ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? അല്ല, എന്റെ സമയം നല്ലതാണോ എന്ന് അറിയാൻ വന്നതാ. അതറിഞ്ഞ സൂക്ഷിച്ചു പറക്കാലോ. ഓ, പേടിക്കണ്ട കേട്ടോ. എന്റെ മണിക്കുട്ടന്റെ സമയം എപ്പോഴും നല്ലതാ. നീ ധൈര്യമായിട്ട് പാറി പറന്ന് നടന്നോ. വിശാൽ സാറ് പ്രഭാവതി അമ്മയ്ക്ക് സ്വർണവള വാങ്ങിക്കൊടുത്തെന്ന് കേട്ടല്ലോ. സത്യമാണോ പാറു? അതേ മണിക്കുട്ട, അതൊരു അതിശയം തന്നെയായിരുന്നു. എല്ലാവരും ഞെട്ടിപ്പോയി. ആരാണ് അത് അയച്ചെന്ന് ആർക്കും അറിയില്ല.
പക്ഷേ എനിക്ക് തോന്നി അത് വിശാൽ സാറ് തന്നെ വാങ്ങിച്ചതായിരിക്കും. എന്റെ ഊഹം തെറ്റിയില്ല. അത് വിശാൽ സാർ തന്നെ അയച്ചതായിരുന്നേ. എന്നിട്ട് ഭാര്യയായ നിനക്ക് സ്വർണവള വാങ്ങി തന്നില്ലല്ലോ വിശാൽ സാറ്. എനിക്ക് എന്തിനാ സ്വർണവളം? എന്റെ വിശാൽ സാർ തന്നെ തങ്കമല്ലേ മണിക്കുട്ട, തനി തങ്കം. എനിക്ക് അത് മാത്രം മതി. സ്വർണക്കട മൊത്തമായി വാങ്ങിക്കൊടുത്താലും ആർത്തി തീരാത്ത ചില ഭാര്യമാരുണ്ട്, ഇവിടുത്തെ പ്രഭാവതിയെ പോലെ. സ്വന്തം ഭർത്താവിനെ തങ്കമായി കാണാനുള്ള മനസ്സ് പാറുവിന് മാത്രമേ ഉള്ളൂ. ആഹാ, ഇനി ഇരിക്കുന്നില്ല, എനിക്ക് അത്യാവശ്യമായി ഒരിടം വരെ പോണം, പിന്നെ കാണാം. ഉം. എന്റെ ദേവി, ആപത്തൊന്നും വരുത്തല്ലേ. പാർവതി, ദൈവമേ, ദൈവമേ, ഞാൻ കണ്ടു. ദൈവമേ, ഞാൻ ഇപ്പൊ കണ്ടു വലിയൊരു തീപിടുത്തം. എവിടെ നോക്കിയാലും ആളി എരിയുന്ന അഗ്നി. എവിടെയാണ് തീപിടുത്തം ഉണ്ടായതെന്നോ ആർക്കാണ് അപകടം സംഭവിക്കാൻ പോകുന്നതെന്നോ അറിയില്ല ദൈവമേ. പാർവതി, എന്തോ വലിയ ആപത്ത് വരാനുള്ള സൂചനയാണ്. അതെന്താണെന്നും എവിടെയാണെന്നും നമുക്കറിയില്ലല്ലോ മോളെ. ഏതായാലും ഒരു കുടുംബത്തിലാവും അത് സംഭവിക്കുക. നമുക്ക് കാത്തിരുന്ന് കാണാം. അത് പറ്റില്ല ദൈവമേ, നമുക്ക് ആ കുടുംബത്തെ രക്ഷിക്കണം. ജാസ്മിനുമായുള്ള വിവാഹത്തിന്റെ അന്ന് വിശാൽ സാറിന് അപകടം സംഭവിച്ചതുപോലെ ഇനി ഒരിക്കലും അപകടം സംഭവിക്കാൻ പാടില്ല ദൈവമേ. എന്തെങ്കിലും അറിയാമെങ്കിൽ എന്നോട് ദയവായിട്ടൊന്ന് പറയോ? എനിക്കത് പറയാൻ അനുവാദമില്ല കുഞ്ഞെ. അങ്ങനെ ഞാൻ നിന്നോട് പറഞ്ഞാൽ നിനക്ക് ദർശനം തരാനുള്ള ശക്തി എനിക്ക് നഷ്ടാവും മോളെ. വേണ്ട, എനിക്കറിയണ്ട ദൈവമേ, എനിക്കൊന്നും അറിയണ്ട. എന്റെ ദൈവമയുടെ ദർശന പുണ്യം മാത്രം എനിക്ക് കിട്ടിയാൽ മതി. അത് മാത്രമേ ഈ പാർവതി ആഗ്രഹിക്കുന്നുള്ളൂ. വിശാലിന്റെ ജന്മദിനം വരികയാ. ആഘോഷങ്ങളൊക്കെ തീരുമാനിച്ചോ? ഒന്നും തീരുമാനിച്ചിട്ടില്ല. തീരുമാനിക്കണം. നിനക്ക് ദിവ്യദൃഷ്ടി ഉണ്ടായ സ്ഥിതിക്ക് സൂക്ഷിച്ചു വേണം എല്ലാം നടത്താൻ. പ്രത്യേകിച്ചും അഗ്നി. അതൊഴിവാക്കുന്നതാവും നല്ലത്. അതിന് ഇവിടെ ഞാൻ തീരുമാനിക്കുന്നത് പോലെ അല്ലല്ലോ ദൈവമേ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അറിയാം മോളെ. എങ്കിലും എല്ലാ കാര്യങ്ങളിലും നിന്റെ പ്രത്യേക ശ്രദ്ധയുണ്ടാവണം. നീ ഇവിടെയുള്ളതാ എന്റെ ആശ്വാസം. ദൈവമേ, അപ്പോ ഇവിടെയാണോ തീപിടുത്തം ഉണ്ടാവാൻ പോകുന്നത്? ദൈവമേ, ദൈവമേ, ദൈവമേ. ഹലോ, ആരാ? ഇത് ഞാനാ, മനസ്സിലായില്ലേ? ഞാനെന്ന് വെച്ചാ ആരാ? വിളിക്കുന്ന ആൾക്ക് പേരില്ലേ? സുരഭി, ഞാനാ വിപിൻ. ഓ, വിപിൻ സാറോ? ശബ്ദം കേട്ടിട്ട് മനസ്സിലായില്ല കേട്ടോ, സോറി. ഞാൻ കരുതി സുരഭി എന്റെ സൗണ്ട് തിരിച്ചറിയുന്ന. സത്യമായിട്ട് വിപിൻ സാറിന്റെ സൗണ്ട് എനിക്ക് മനസ്സിലായില്ല. നമ്മൾ തമ്മിൽ കൂടുതൽ സംസാരിച്ചിട്ടില്ലല്ലോ. വിശ്വസിച്ചു. ആ പിന്നെ
പല്ലവി അടുത്തുണ്ടെങ്കിൽ അവൾക്ക് ഫോൺ കൊടുക്കോ? പല്ലവിയോട് സംസാരിക്കണമെങ്കിൽ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. അവൾ എന്റെ അടുത്തില്ല. ഞാൻ അവളുടെ വീട്ടിലേക്ക് വന്നതേ ഉള്ളൂ. ഞാൻ ഹോൾഡ് ചെയ്യാം. താനെന്ന് അവൾക്ക് ഫോൺ കൊണ്ടുപോയി കൊടുക്കോ? ശരി. പല്ലവി, 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 നിനക്കൊരു ഫോണുണ്ട്. ആരാടി? നിന്റെ വിപിൻ സാറാ. ഇടി പൊട്ടിക്കാളി, ഒന്ന് പതുക്കെ പറയടി. വിപിൻ സാറ് ലൈനിലുണ്ട്. പതുക്കെ പറയടി, അമ്മ കേട്ടാ തീർന്നുവല്ല. സുരഭി, നിന്റെ 2 കണ്ണ് ഈ വാതിൽക്കൽ ഉണ്ടാവണം. അമ്മ എപ്പോ വേണമെങ്കിലും ചാടിക്കറി വരാം. ഞാൻ എന്ത് ചെയ്യാന്ന് നോക്കിയിരിക്കാം അമ്മ. നിന്റെ അമ്മയ്ക്ക് നിന്നെ പറ്റി നല്ല മതിപ്പാണല്ലോടി. നിന്ന് വാചകടിക്കാതെ അമ്മ വരുന്നുണ്ടോ നോക്കടി. വന്നാ നീ മറക്കാതെ സിഗ്നല് തരണേ. ഹലോ, ഹലോ വിപിൻ സാറേ, ഞാൻ പല്ലവിയാ. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല സാർ എന്നെ വിളിക്കുമെന്ന്. എന്തിനാ ഇപ്പൊ എന്നെ വിളിച്ചത്? അതോ, ആ വാച്ചിന്റെ കാര്യം സോൾവ് ആയെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. അല്ല, അമ്മയും മുത്തച്ഛനും തന്നോട് ഒരുപാട് ഷൗട്ട് ചെയ്തില്ലേ? ഓ അതോ, അതൊക്കെ ഒരുവിധം ഓക്കെ ആയി വിപിൻ സാർ. ഞാൻ കരുതി മറ്റെന്താ സ്പെഷ്യലായി പറയാൻ വിളിച്ചതാന്ന്. നിന്നോട് ഞാൻ എന്ത് സ്പെഷ്യലായി പറയാൻ? എന്റെ വാച്ച് കാരണമല്ലേ തനിക്ക് പ്രോബ്ലം ഉണ്ടായത്, അതുകൊണ്ട് വിളിച്ചതാ. ശരി, ഞാൻ പിന്നെ വിളിച്ചോളാം. അയ്യോ കട്ടിയല്ലേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം? വേഗം പറയും, എനിക്ക് കുറച്ച് തിരക്കുണ്ട്. അത്ര തിരക്കാണെങ്കിൽ ഞാൻ പറയുന്നില്ല. എന്തായാലും പറയേ, ഞാൻ കേൾക്കാം. അത് പിന്നെ വിപിൻ സാറേ, നിന്ന് ചിണുങ്ങാതെ കാര്യം പറയണേ. അത് പിന്നെ ഉദയനൂരമ്മയുടെ ആറാട്ടിന് സാറ് മറക്കാതെ വരണം കേട്ടോ. ഇത് പറയാനാണോ നിനക്ക് ഇത്ര ബിൽഡപ്പ്? നിന്നെ സമ്മതിക്കണം പല്ലവി. ഫോണിൽ കൂടി ക്ഷണിച്ചാലൊന്നും വരാൻ കഴിയില്ല. ഞാനെന്താ വേലയും കൂലി ഇല്ലാതിരിക്കാണോ? അങ്ങനെയാണോ? ഫോണിൽ കൂടി വിളിച്ചാ വരത്തില്ല അല്ലേ? പിന്നല്ലാതെ, ഫോണിൽ കൂടി വിളിച്ച ഓടി വരാൻ ഞാനെന്താ നിന്റെ അടിമയാണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ നേരിട്ട് വന്ന് ക്ഷണിക്കാം. അപ്പൊ വിപിൻ സാറിന് വരാൻ പറ്റുമോ? അയ്യോ, ചതിക്കല്ലേ പല്ലവി. ഞാൻ ചുമ്മാ പറഞ്ഞതാ. നീ ഇങ്ങോട്ടൊന്ന് എഴുന്നള്ളല്ലേ. വരും വിപിൻ സാർ, ഞാൻ തീർച്ചയായിട്ടും വരും. ഈ അവസരം ഞാൻ പരമാവധി ഉപയോഗിക്കും. നോക്കിക്കോ, ഞാൻ അവിടെ വന്ന് സാറിനെ ക്ഷണിച്ചിരിക്കും. ഇവളിവിടേക്ക് വന്ന പ്രോബ്ലം ആവുമല്ലോ. ഇവളെ പിന്തിരിപ്പിക്കാൻ ഇനി എന്താ വഴി? ഉത്സവത്തിന് വരാമെന്നങ്ങ് സമ്മതിച്ചാ മതിയായിരുന്നു. ഞാൻ അവിടെ വരുമ്പോ വിപിൻ സാർ എന്നെ എല്ലായിടത്തും കൊണ്ടുപോയി ചുറ്റിക്കാണിക്കണം. സാറിന്റെ ഒപ്പം സാറിന്റെ കാറില് കൊറേ ദൂരം കറങ്ങണം. അതെന്റെ ഒരു ആശയാ. ഇവളിവിടെ വന്ന കുഴപ്പമാവുമല്ലോ. എന്താ ചെയ്യാ? ശരി സാറേ, ഞാൻ ഇനി ഫോണിലൂടെ സംസാരിച്ച് സാറിന്റെ വിലപ്പെട്ട സമയം കളയുന്നില്ല. ഇനി നമുക്ക് നേരിട്ട് കാണാം വിപിൻ സാറേ. ഹലോ, സുരഭി, വിപിൻ സാറിന്റെ ഫോൺ വന്നാ നീ കൊഞ്ചാനും കൊഴയാനൊന്നും നിക്കണ്ടാട്ടോ. ഓ തമ്പ്രാട്ടി, അടിയൻ എങ്ങനെ ചെയ്തോളാം. ഒന്ന് പോടി അവിടുന്ന്. അവളുടെ ഒരു ഓർഡർ. എന്റെ സിം കാർഡിന്റെ കാര്യം എന്തായി? നിനക്ക് ഇഷ്ടപ്പെട്ട നമ്പർ ഇതുവരെ കിട്ടിയിട്ടില്ല. കിട്ടുമ്പോ ഞാൻ തന്നെ ആക്ടിവേറ്റ് ആക്കി തരാം. വേറെ ഷോപ്പിൽ നോക്കണമെങ്കിൽ നിന്റെ ആധാറിന്റെ ഒരു കോപ്പിയും കൂടി വേണം. അത് പറയാനാ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നേ. വാ, ഞാൻ എടുത്തുതരാം. അച്ഛൻ ഇങ്ങനെ നോക്കണ്ട. ഞാൻ ഇതുവരെ ഇങ്ങോട്ട് വരാതിരുന്നത് മനഃപൂർവ്വമല്ല. എന്നെ വിലക്കിയിരിക്കുക അമ്മ അങ്കിളും കൂടെ. ഇന്ന് രണ്ടുപേരും കൂടി എവിടെയോ പോയിരിക്കുക. അതുകൊണ്ടാ ഞാനിന്ന് അച്ഛനെ കാണാൻ വന്നേ. ഗാർഗി, നീ ഈ സമയത്തുള്ള മെഡിസിൻ കൊടുത്തിരുന്നോ? മെഡിസിൻ കൊടുത്തോന്ന് അറിയില്ല ചെറിയമ്മ. പേടിക്കേണ്ട ഗാർഗി, മരുന്നൊക്കെ ഞാൻ കൃത്യസമയത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ എങ്ങനെയുണ്ട് അച്ഛാ? അച്ഛന്റെ അസുഖം വേഗം മാറൂട്ടോ. ദേ, അച്ഛൻ ഇഷ്ടപ്പെട്ട സൂപ്പ് ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്.
നമുക്ക് കുടിക്കാം. ഇത് കുടിച്ച അച്ഛന്റെ അസുഖം പെട്ടെന്ന് മാറും. ദാ, പതുക്കെ വാ തുറന്നേ.